ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പോത്തിൻ്റെ പതപ്പ ഫ്രൈ ആണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1 കിലോ പതപ്പയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പതപ്പ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഒരു കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേകാൻ വയ്ക്കാം. 7-8 വിസിലടിക്കുമ്പോൾ തീ ഓഫ് ചെയ്യാം. വഴറ്റാൻ ആവശ്യമായ സാധനങ്ങൾ എടുക്കാം. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുക്, ഉള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. തീ കുറച്ച് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് മീറ്റ് മസാല ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. തീ അണച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. പൊടികൾ മൂത്ത് കഴിഞ്ഞാൽ വേവിച്ച് വെച്ചിരിക്കുന്ന പതപ്പ ചേർത്ത് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. നല്ല ഫ്രൈ ആയി കിട്ടുന്നത് വരെ അടുപ്പിൽ തന്നെ നിർത്താം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പതപ്പ ഫ്രൈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. സവാള, പച്ചമുളക്, കറിവേപ്പില എന്നിവ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പതപ്പ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും. താങ്ക് യു.